ഉത്തരേന്ത്യയിലെ മഴയുടെ സ്ഥിതിയും കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം. ശക്തമായ മഴയാണ് തുടരുന്നത്. ദില്ലിയിലും ഹരിയാനയിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. കനത്ത മഴ അവിടെ റോഡ് ഗതാഗതങ്ങളെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സ്വാതി സന്തോഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സ്വാതി, മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഉയരുന്ന ഒരു പശ്ചാത്തലമൊക്കെയുമുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിരുന്നു, 30നോടടുത്ത കണക്കുകളൊക്കെയും കേട്ടു. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ രൂക്ഷമായി മഴ നിൽക്കുന്നുണ്ട്? ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം എത്ര നാൾ ഈ മഴ ഇങ്ങനെ തുടരും? കാവ്യ, എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ദില്ലി അടക്കം കനത്ത മഴ തുടരുകയാണ്. രാജസ്ഥാനിൽ മാത്രം മരിച്ചത് 20ഓളം പേരാണ്. ഈ മണിക്കൂറുകൾ നീണ്ട മഴയോട് പിന്നാലെ റോഡുകളെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നുണ്ട്. പ്രധാന റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടായതോടുകൂടി വലിയ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ദില്ലിയിലടക്കം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഏകദേശം വെള്ളക്കെട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ടിൽ വീണുള്ള മരണസംഖ്യയും കൂടുന്നുണ്ട്. 40 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ ഇതോടകം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 40ലധികം പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. ഹരിയാനയിലും ഇത്തരത്തിൽ മഴ നിലനിൽക്കുന്ന സാഹചര്യമാണ്. രാജസ്ഥാനിൽ വിവിധയിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂർ കൂടി രാജസ്ഥാനിൽ കനത്ത മഴ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ഹരിയാനയിലെ ഗുരുഗ്രാമിലും മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റ് ഈ ജലനിരപ്പ്, വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം നിലനിർത്തിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 2-3 ദിവസം കൂടി മഴ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ. ശരി സ്വാതി സന്തോഷാണ് ഉത്തരേന്ത്യയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മഴയും വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട്.